വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത് ചൂടി തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കുരു പോകാൻ പറ്റിയ ക്രീം, അതുമാതിരി ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ ഏതാണെന്ന് കിട്ടപ്പം കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലും മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഓഫ് ലിപ്സ്, ചുണ്ടിൻ്റെ കറുത്ത പാട് കുറയോ അത് പോവോ, എങ്ങനെ കുറയ്ക്കാന്നുള്ളതിനെ കുറിച്ച്. സോ ഐ തോട്ട് എൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. കാരണം എനിക്ക് മറ്റേ ഡാർക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ ഉള്ളൊരു ലിപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈ ഞാൻ പറയുന്നതിന് മുന്നേ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല രീതിയിൽ എൻ്റെ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിട്ടുണ്ട്. സോ അത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഓഫ് ലിപ്സ് എങ്ങനെ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ബ്രീഫായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. സോ മെയിൻലി നമുക്ക് ചുണ്ട് കറുക്കാൻ ഉള്ള റീസൺ ഈസ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് വൈറ്റമിൻസ്, മെയിൻലി വൈറ്റമിൻ B12, വൈറ്റമിൻ C ആൻഡ് വൈറ്റമിൻ E. നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ B12 ഈസ് ഓൾസോ നോൺ എസ് സൈനോകോബലമൈൻ. സോ വൈറ്റമിൻ B12 ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ബ്ലഡ് സെൽസ്. സോ നമുക്ക് ബ്ലഡ് സെൽസ് വരുന്നത് കുറയുമ്പം ഒബ്വിയസ്ലി നമ്മുടെ അപ്പർ ലിപ്സിലായിരിക്കും നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ വിസിബിൾ ആയിട്ട് തോന്നുക. ഇതേപോലെ തന്നെയാണ് വൈറ്റമിൻ C ആൻഡ് E. സോ ഈ പറയുന്ന വൈറ്റമിൻസ് എല്ലാം നമ്മുടെ ഒരു സ്കിൻ ഹെൽത്ത് ആൻഡ് ബ്ലഡ് സെൽസിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. സോ ഇതെല്ലാം കുറയുമ്പം ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഫേസ് ആൻഡ് ലിപ്സിൽ വിസിബിൾ ആയി വരും. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിഗ്മെന്റേഷന്റെ ഇന്റൻസിറ്റി കുറച്ചിട്ട് ചുണ്ടിനെല്ലാം ഒന്ന് ഈവൻ ടോൺ ആക്കി എടുക്കാൻ വേണ്ടി ഫസ്റ്റ്ലി ഡയറ്ററി മോഡിഫിക്കേഷൻ. യു ക്യാൻ ഇൻക്ലൂഡ് വൈറ്റമിൻ C, E, B12 റിച്ച് ഫുഡ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ യുവർ ഡയറ്റ്. സോ ഇതെല്ലാം ടു എൻ എക്സ്റ്റെൻഡ് ആ ഒരു പിഗ്മെന്റേഷന്റെ ഇന്റൻസിറ്റി നല്ല രീതിയിൽ കുറയ്ക്കും. ഇതല്ലാതെ അടിപൊളി ഹോം റെമഡീസ് ഉണ്ട്. അത് നമ്മൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല കിഡിലൻ റിസൾട്ട് ആയിരിക്കും കിട്ടുക. സോ ഇപ്പൊ പറഞ്ഞ ഡയറ്ററി മോഡിഫിക്കേഷൻ ഈസ് ഇന്റേണലി നമ്മൾ അകത്തോട്ട് എടുത്തിട്ട് ലൈക്ക് ഫുഡ് സപ്ലിമെന്റ്സിലൂടെയാണ് നമ്മൾ കുറയ്ക്കുന്നത്. എക്സ്റ്റേണലി ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഈസ് ഓൾവേസ് ഹൈഡ്രേറ്റ് യുവർ ലിപ്സ്. ഒരിക്കലും നമ്മൾ ചുണ്ടിനെ ഹൈഡ്രേറ്റ് ചെയ്യാണ്ട് കെയർ ചെയ്യാണ്ട് ഭയങ്കര ഡ്രൈ ആൻഡ് റഫ് ആയിട്ട് വിടാൻ പാടില്ല. ബിക്കോസ് ഈ ഡ്രൈ ലിപ്സ് ആണ് പിഗ്മെന്റഡ് ലിപ്സ് ആയിട്ട് മാറുന്നത്. സോ നമുക്ക് ഹൈഡ്രേഷൻ പല രീതിയിലും ചെയ്യാം. ചിലവർ നെയ്യ് തേക്കും, ചിലവർ ബട്ടർ തേക്കും. ഞാനും അതൊക്കെ ഇടയ്ക്ക് തേക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് നെയ്യും ബട്ടറൊന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഐ ഓൾവേസ് യൂസ് എ ലിപ് ബാം ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഐ അപ്ലൈ എ ലിപ് ഓയിൽ. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് സംഭവം. ഇതെനിക്ക് അമ്മ സൗദിയിൽ നിന്ന് കൊടുത്തയച്ചതാണ്. ഇതൊരു മൈൽഡ് സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ലിപ് ബാം ആണ് മേലെ, ആൻഡ് താഴെ വന്നിട്ട് ലിപ് ഓയിലാണ്. സോ ഇത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല റിസൾട്ട് കണ്ടു തുടങ്ങി കേട്ടോ. സോ നിങ്ങൾ എപ്പോഴും ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ലിപ് ഓയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്നാൽ കുറച്ചുകൂടി എനിക്കൊരു റിസൾട്ട് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് ഇതാ ഭയങ്കര മൈൽഡാട്ടോ. ഇപ്പം തന്നെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ അതിൻ്റെ മേലെ ജസ്റ്റ് കുറച്ചൊന്ന് ലൈറ്റായിട്ട് ലിപ് ഓയിൽ അപ്ലൈ ചെയ്യും. So first point is always hydrate your lips. Second point വന്നിട്ട് try to use a lip mask. സോ രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഡെയിലി ഞാൻ ഒരു ലിപ് മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് എൻ്റെ ഒരു ലിപ്പിൻ്റെ ആ ഒരു കളറിൽ കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് മാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 2 drops ഓഫ് റോസ് വാട്ടർ, 5 to 6 drops ഓഫ് ഹണി ഈവൻലി മിക്സ് ചെയ്തിട്ട് ഞാൻ കട്ടിയിൽ തേച്ച് കൊടുക്കും. അതൊരു 1 hour അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. എന്നിട്ട് ഞാൻ വാഷ് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒലീവ് ഓയിൽ തേച്ചിട്ടാണ് കിടക്കാറ്. സോ ദിസ് മാസ്ക് ഈസ് ലൈക്ക് ടു ഗുഡ്. കാരണം എനിക്ക് എൻ്റെ ആ ഒരു സ്കിൻ ടെക്സ്ചർ ആയിക്കോട്ടെ, ആ ഒരു പിഗ്മെന്റേഷനിൽ നല്ല രീതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു ലിപ് മാസ്ക് ആണ് ഇത്. ആദ്യം പറഞ്ഞ ഈ 2 കാര്യങ്ങളും ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. തേർഡ് പോയിന്റ് ഈസ് യൂസ് എ ലിപ് സ്ക്രബ്. സോ ഞാൻ ലിപ് സ്ക്രബ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനീഷ്യലി ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യമായിരുന്നു യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ ആ പിഗ്മെന്റേഷൻ കുറഞ്ഞത് കാരണം ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് യൂസ് ചെയ്യാറ്. ആൻഡ് ലിപ് സ്ക്രബായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് കാപ്പിപ്പൊടി, കുറച്ച് പഞ്ചസാര ആൻഡ് കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്ക്രബ് കൊടുത്തിട്ട് ഞാനത് വാഷ് ഓഫ് ചെയ്യാറാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഈ സ്ക്രബ് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. കാരണം ഈ സ്ക്രബിനെ കുറിച്ച് ഞാൻ മുന്നേയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്ന് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ ഒരു സ്ക്രബും നല്ല രീതിയിൽ എനിക്കൊരു എൻ്റെ ഒരു എന്താ പറയുക ലിപ്പിൻ്റെ പിഗ്മെന്റേഷനിൽ നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെന്റ് തന്ന ഒരു കാര്യമാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് കാണുന്നതായിരിക്കും. എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ബിഫോർ ഞാൻ 1 മാസം മുന്നേ എടുത്തതാണ്. ഈ ഒരു റൊട്ടീൻ തുടങ്ങുന്നതിന് 1 മാസം
മുന്നേ എടുത്തതാണ് ആൻഡ് ആഫ്റ്റർ 1 മന്ത് നല്ലൊരു ചേഞ്ച് എന്റെ ലിപ്സിൽ കാണാനായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. നമുക്ക് വീണ്ടും അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം ഗൈസ്.